ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കളമശ്ശേരി സഭയിലെ വിശുദ്ധന്മാരുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ദൈവം എന്നെയും ബലപ്പെടുത്തി എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കറിയാം, നാം ജീവിക്കുന്നതായിരിക്കുന്ന ഈ കാലഘട്ടം ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഒരുപക്ഷെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ബൈബിളിലെ ഒരു വാക്യം ഓർക്കുവാൻ സാധിക്കും. കേൾക്കുന്നവരുടെ ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണം എന്നുള്ള ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ചെവി രണ്ടും മുഴങ്ങുന്നു എന്നുള്ള നിലയിൽ അത്ര ഭയങ്കരമായ ഘോരമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ കൊടും കുറ്റവാളികളായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര അഴിമതിക്കാരായിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അത് മാത്രമല്ല, നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റുമുള്ള ഒരുപക്ഷെ നമ്മളുടെ അയൽക്കാർ, നമ്മളുടെ പരിചയക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മളോട് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരും വളരെ മോശമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മളും പെട്ടെന്ന് വിചാരിക്കാറുണ്ട്, അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ മുതിരത്തില്ല. പലപ്പോഴും ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ആദ്യത്തെ പ്രതികരണം ഇതാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പോകുകയില്ല. ഒരുപക്ഷെ നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ തന്നെ ഉൾപ്പെട്ടതായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകൾ ഈ രീതിയിലുള്ള എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മളത് തന്നെ പറയും, എൻ്റെ ദൈവമേ, ഒരിക്കലും ഞാനത് ചെയ്യുവാനായിട്ട് മുതിരത്തില്ല. എന്നാൽ ഈ ഒരു ചിന്ത, നമ്മളുടെ ഉള്ളിൽ അറിയാതെ വരുന്നതായിരിക്കുന്ന ഈ ഒരു ചിന്ത, അത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു ചിന്തയാണ്. നമുക്കറിയാം, നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളത് ചെയ്യുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പരിധിവരെ നമ്മളുടെ ആ ചിന്തയിൽ, നമ്മളുടെ ആത്മാർത്ഥതയിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രസ്താവനയാണ്. എന്നാൽ നമുക്കറിയാം, ഈ കാര്യങ്ങൾ ചെയ്തതായിരിക്കുന്ന ഈ ആളുകളെക്കാൾ എന്തെങ്കിലും വിശേഷതയുള്ളവരായതുകൊണ്ടോ നന്മയുള്ളവരായതുകൊണ്ടോ നമ്മൾക്കത് ചെയ്യാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുവാൻ ഞാൻ മുതിരത്തില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് പറയുവാൻ പറ്റുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, കൃപയിൽ ആശ്രയിച്ച് ഞാനിത് ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരു പ്രസ്താവനയാണ് ഒരുപക്ഷെ ദൈവം മുമ്പാകെയും സ്വീകാര്യമായിട്ടിരിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടിരിക്കുന്ന. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇത് ചെയ്യുകയില്ല എന്ന് പറയുന്നതിന് പകരം, ദൈവത്തിൻ്റെ മഹാകാരുണ്യമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെടാതെ ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത്. നമുക്കറിയാം, നമ്മളുടെ സഭാ ചരിത്രത്തിൽ നമുക്ക് അനേക വ്യക്തിത്വങ്ങളെ, അനേക കഥാപാത്രങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സഭാ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന തലയെടുപ്പുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്, ശീമോൻ പത്രോസ്. തനിക്കെന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, താൻ വീണുപോയി, താൻ പാപം ചെയ്തു, താൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബൈബിളിലെ എത്രയോ അനവധി കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ വിമോചകനായി ദൈവം അയച്ചവനായിരിക്കുന്ന മഹാനായിരിക്കുന്ന മോശയെ പോലെ ഒരു പ്രവാചകൻ അവർക്കുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ആ മോശ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചില്ലേ? ദൈവത്തിൻ്റെ അനിഷ്ടത്തിന് അവൻ വിധേയനായി തീർന്നു. ദാവീദിനെക്കുറിച്ച് നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിരിക്കുന്ന ദാവീദ്, താൻ പാപം ചെയ്തില്ലേ? നമുക്കറിയാം, താൻ പാപം ചെയ്തു, താൻ കൊലപാതകം ചെയ്തു, അതിലുപരിയായി താൻ വ്യഭിചാരം ചെയ്തു, അങ്ങനെയുള്ള ദൈവത്തിന് വെറുക്കുന്നതായിരിക്കുന്ന പാപങ്ങളൊക്കെ ചെയ്തു. ഇവരെല്ലാവരും വീഴുപോകുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമെന്ന് പറഞ്ഞാൽ, നാം ആരും ഈ പാപങ്ങൾക്ക് അതീതരല്ല എന്നുള്ള വസ്തുതയാണ്. ഇത് നമ്മൾക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ലോകത്തിൽ, പാപപങ്കിലമായിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെടുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്കും സാധിക്കും. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട്
പ്രത്യേകമായിരിക്കുന്ന ഒരു വേദഭാഗം വായിക്കാമെന്നാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മൾക്ക് അവരെ പോലെ നമ്മൾ ചെയ്യുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഏറ്റവും ആദ്യം മുന്നിട്ട് വരുന്നതായിരിക്കുന്ന നമ്മളുടെ ആ ഒരു ഉള്ളിലെ വികാരം എന്താണ്? നമ്മളുടെ ഒരു ആത്മീക അഹങ്കാരമാണത്, അല്ലേ? ഇവർ വീണുപോയി, പക്ഷേ ദൈവമേ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, വചനം അറിയാം, ഇവർക്ക് വന്ന സംഭവങ്ങൾ അറിയാം, ഞാൻ വീഴുകയില്ല. ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു ആത്മീക അഹങ്കാരത്തിലായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. എന്നാൽ ആത്മീയ അഹങ്കാരം വളരെയധികം ദോഷകരമായിരിക്കുന്ന, അല്ലെങ്കിൽ അപകടകരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. കാരണം ഇവർ വീണുപോയി. ഇവരെക്കാളും മെച്ചപ്പെട്ട ആളുകളല്ല നമ്മളാരും. ഇവരെ പോലെ സത്യസന്ധരായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, അതിനേക്കാൾ ഉപരിയായിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല നമ്മളാരും. നമ്മളും പാപത്തിന് അധീനരായിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരെ പോലെ തന്നെ വീണു പോകുവാൻ സാധ്യതയുള്ളതുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നമ്മളുടെ ശ്രദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 36-38 വാക്യങ്ങളിലേക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 36-38 വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. 36-ാം വാക്യം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. 37-ാം വാക്യം. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞു. 38. അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതിനു മുമ്പുള്ള ഏതാനും വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ അവസാനം നിങ്ങളോട് പ്രസംഗിച്ചത്. നമ്മൾക്കറിയാം, ഒരു പുതിയ കൽപ്പന, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന ഒരു പുതിയ കൽപ്പന കർത്താവ് അവരോട് പറയുന്നതാണ്. ഇതിനു മുമ്പുള്ള ഭാഗത്തെ ആധാരമായിരിക്കുന്ന വിഷയം. അതിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത്. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു എന്ന് ലോകമറിയും. അതിനുശേഷം താൻ പറയുന്നുണ്ട്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. നിങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെ അതിൻ്റെ 13-ന്റെ 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു പാസേജാണ് നമ്മളിപ്പോൾ വായിച്ചായിരിക്കുന്നത് 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ചില കാര്യങ്ങൾ അവിടെ പത്രോസും കർത്താവുമായിട്ടുള്ളൊരു സംഭാഷണമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾക്കറിയാം, പത്രോസ് എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് താൻ. കർത്താവിനാൽ സമൂലമായി മാറ്റപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തി. കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് താൻ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു നമുക്ക് അറിയുവാൻ സാധിക്കും. കർത്താവ് തന്നെ വിളിച്ചു, തന്നെ തിരഞ്ഞെടുത്തു, കർത്താവിനാൽ അവൻ മാറ്റപ്പെട്ടു. അതുമാത്രമല്ല, ആ അടുത്ത ഒരു 3-3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവ് തന്നെ പൂർണ്ണമായിട്ട് കരുതി, തന്നെ ആ രീതിയിൽ തൻ്റെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തിയതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. ആ പത്രോസാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല, തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞതേ ഉള്ളൂ. ആ പത്രോസാണ് കർത്താവിനെ അറിയുകയല്ല എന്ന് തള്ളിപ്പറഞ്ഞ് പാപം ചെയ്ത് വീണു പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചിരുന്ന ആ 33 അല്ലെങ്കിൽ 33.5 വർഷത്തിൽ 3.5 വർഷം താൻ പരസ്യ ശുശ്രൂഷ ചെയ്തതിൽ തന്നോട് ഏറ്റവും അടുത്ത് പെരുമാറിയ ഒരു വ്യക്തി, തനിക്ക് ഏറ്റവും കർത്താവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടായിരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ കർത്താവിനോട് ഏറ്റവും അടുത്തിരുന്ന ഒരു വ്യക്തി, ഇങ്ങനെയുള്ളൊരു പത്രോസ് വീണു പോയാൽ സാധുക്കളായിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിരിക്കുന്ന രീതിയിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ പത്രോസിൻ്റെ മനോഭാവവും നിലപാടുകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും എപ്രകാരം കർത്താവിനെ തള്ളിപ്പറയാതെ പിന്മാറ്റത്തിലേക്ക് പോകാതെ ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വായിച്ച 3 വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ അതിൽ നിന്ന് പങ്കുവെക്കാമെന്നാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വായിച്ചായിരിക്കുന്ന വാക്യം നമ്മൾക്കറിയാം, 36, 37, 38 വാക്യങ്ങൾ. കർത്താവിനെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ച് പത്രോസിനോട് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതാണ് അവിടുത്തെ പശ്ചാത്തലം. ഓക്കെ, അപ്പോൾ എപ്രകാരം
കർത്താവിനെ തള്ളിക്കളയാതെ പിന്മാറ്റത്തിലേക്ക് പോകാതെ നമ്മൾക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ സാധിക്കും, നമ്മളെ തന്നെ ഗാർഡ് ചെയ്യുവാൻ സാധിക്കും. അതിനുള്ള 2 വഴികൾ അല്ലെങ്കിൽ 2 സ്റ്റെപ്പുകൾ എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നതായിരിക്കുന്ന മെസ്സേജിൻ്റേതായിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു തലക്കെട്ടായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്: നമ്മളുടെ ക്രിസ്തീയ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ദ ബേസിസ് ഓഫ് അവർ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ്. ദ ബേസിസ് ഓഫ് അവർ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാര്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ വചനം അത് അപ്രകാരം തന്നെ അങ്ങനെ തന്നെ അംഗീകരിക്കുക. അക്സെപ്റ്റിംഗ് ക്രൈസ്റ്റ് വേർഡ് അസ് ഇറ്റ് ഈസ്. അക്സെപ്റ്റിംഗ് ക്രൈസ്റ്റ് വേർഡ് അസ് ഇറ്റ് ഈസ്. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ, തൻ്റെ വചനം അത് അപ്രകാരം തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഈ 36-ാം വാക്യത്തിൽ അതിൻ്റെ ആദ്യത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. 36-ാം വാക്യത്തിൻ്റെ തുടക്കത്തിലും 37-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ വചനം അംഗീകരിക്കുന്നതിനെക്കുറിച്ച് ഉള്ള പത്രോസിൻ്റെ മനോഭാവം. ഇവിടെ നമ്മൾ 36-ാം വാക്യത്തിൽ വായിക്കുന്നു: ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത്? കർത്താവ് അവിടെ പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ശിഷ്യന്മാരോട് എല്ലാവരോടും പറയുകയാണ്, ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, നിങ്ങൾക്കിപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. അത് കേട്ട ഉടനെ പത്രോസിൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യത്തെ കാര്യം, പത്രോസ് ഈ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ പത്രോസിൻ്റെ മറുപടി എന്താണ് നമ്മൾ കാണുന്നത്? 37-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, പത്രോസ് കർത്താവിൻ്റെ ആ പ്രസ്താവനയുടെ യുക്തിയെ ചോദ്യം ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആ പ്രസ്താവനയുടെ ആ ഉള്ളടക്കത്തെ അല്ലെങ്കിൽ അതിൻ്റെ യുക്തിയെ താൻ ചോദ്യം ചെയ്യുകയാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം പത്രോസിൻ്റെ വാക്കുകൾ നമ്മൾ കാണുന്നു. താൻ പറയുന്നു, പത്രോസ് അവനോട്, കർത്താവെ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത്? അപ്പം ഇവിടെ പത്രോസ് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ച ഒരു കാര്യം ഇതാണ്: കർത്താവ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ഇങ്ങനെ ഈ കാര്യങ്ങൾ പകുതിയായിട്ട് പറയാതെ അതിന് മുഴുവനായിട്ട് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. നീ എവിടെ പോയാലും കൂടെ വരുവാൻ ഞാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത്. നീ ഗലീലയിലേക്കാണ് പോകുന്നത്, ഞാൻ അങ്ങോട്ട് വരാം. അതല്ലെങ്കിൽ നീ ശമരിയയിലേക്ക് പോയാൽ അവിടേക്ക് വരാനും ഞാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത്. നീ എവിടെയാണോ പോകുന്നത് അവിടേക്ക് വരാനായിട്ട് ഞാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവ്, നീ എവിടേക്കാണ് പോകുന്നത്? പത്രോസിനെ നമ്മളത് കാണുമ്പോൾ ഇവിടെ പത്രോസ് ശരിക്കും പരിഭ്രമിച്ചു, അല്ലെങ്കിൽ പരിഭ്രാന്തനായ ഒരു പത്രോസിനെ നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പരിഭ്രാന്തനായി പത്രോസ്. കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്കിപ്പോൾ വരുവാൻ സാധിക്കില്ല. പത്രോസ് ആ വാക്യങ്ങൾ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആ മുഖവിലയിൽ അത് അംഗീകരിക്കാതെ കർത്താവിനെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മളോട് കാണുന്നു. താൻ അവിടെ പറയുന്നു, കർത്താവേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് നിൻ്റെ ഒപ്പം വരാൻ സാധിക്കാത്തത് എന്ത്? നമുക്കറിയാം, പത്രോസിൻ്റെ കഴിഞ്ഞ ഒരു 3-3.5 വർഷത്തെ ജീവിതത്തിൻ്റെ ഒരു ശൈലി, ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എപ്രകാരമായിരുന്നു? കർത്താവിനെ പിരിഞ്ഞ് പത്രോസിന് ഒരു ഇടപാടുണ്ടായിരുന്നോ? ഇല്ല. കർത്താവ് എവിടെ പോകുന്നോ അവിടെയെല്ലാം നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്, അല്ലേ? ആ ഗലീല കടൽപ്പുറത്ത് ആ മീൻ പിടിക്കുന്ന വള്ളത്തിൽ നിന്ന് പത്രോസിനെ കർത്താവ് വിളിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയ ആ നിമിഷം മുതൽ ഇപ്പോൾ ഈ മാളിക മുറിയിൽ അവരിയ്ക്കുന്ന സമയം വരെയും എനിക്ക് തോന്നുന്നത് കർത്താവിനെ വിട്ടുപിരിഞ്ഞ ഒരു സാഹചര്യം പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവരൊരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. ഈ പറഞ്ഞ പത്രോസിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഗുരുവിൻ്റെ കൂടെ തന്നെയായിരുന്നു, കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു. കർത്താവ് പോകുന്നതായിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെയാണ് താൻ പോയത്. കർത്താവിനോടൊപ്പം തന്നെയാണ് താൻ ജീവിച്ചത്. കർത്താവിനൊപ്പം ആ ഗലീല കടൽപ്പുറത്ത് വള്ളവും വലയും വിട്ട് ഇറങ്ങി വന്നായിരിക്കുന്ന പത്രോസിനറിയാം, ഇവൻ സാക്ഷാൽ മശീഹയാണ്, ഇവൻ ഗുരുവാണ്, ഇവൻ നിത്യജീവനിലേക്കാണ് പോകുന്നത്. ആ ഗുരുവിൻ്റെ കൂടെ നിത്യജീവനിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുത്ത് മനസ്സുകൊണ്ട് പ്രിപ്പയർഡായിട്ട് ഇറങ്ങി വന്നവനായിരിക്കുന്ന ഒരു പത്രോസാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത്. ആ പത്രോസാണ് ഇപ്പോൾ കർത്താവ് തന്നോട് പറയുന്നത്, നിനക്ക് എന്നെ കൂടെ വരുവാൻ സാധിക്കില്ല, എന്നെ അനുഗമിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ പത്രോസ് നോക്കുമ്പോൾ ഇതുവരെയുള്ള കർത്താവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ അടുക്കൽ ഏത് മനുഷ്യൻ വന്നാലും ആര് വന്നാലും കർത്താവ് പറയുന്നൊരു കാര്യം എന്താണ്? എന്നെ അനുഗമിക്കുക, അല്ലേ? ആര് വന്നാലും അവരോട് പറയുന്നത് എന്നെ അനുഗമിക്കുക. ആ രീതിയിൽ ഫോളോ മീ എന്നുള്ള ഒരു വാക്കുകളാണ് കർത്താവ് എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാരോട് താൻ പറയുന്നു, നിങ്ങൾക്ക് എന്നെ അനുഗമിക്കുവാൻ
കഴിയുകയില്ല. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് പത്രോസ് പരിഭ്രാന്തനായി പോയത് അല്ലെങ്കിൽ പേടിച്ചു പോയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവരെ ഗലീല കടൽപ്പുറത്ത് തുടങ്ങിയതായിരിക്കുന്ന ഈ ഒരു യാത്ര അതിങ്ങനെ പാതി വഴിയിൽ അവസാനിക്കേണ്ട ഒരു യാത്രയില്ല. പത്രോസിനറിയാം, ഞാൻ ഈ ഗുരുവിനെ വിശ്വസിച്ച് ഇറങ്ങി വന്നെങ്കിൽ ഈ യാത്ര അവസാനിക്കേണ്ടത് നിത്യതയിലാണ്, നിത്യജീവനിലാണ്. എന്നാൽ ഇപ്പോൾ ഗുരു പറയുന്നു, ഞാനൊരു വഴിക്ക് പോവുകയാണ്, നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ അപ്പോഴത്തെ മനോവികാരം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പത്രോസ് വിചാരിച്ചിരുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. നമുക്കറിയാം, അവിടെ യേശു കർത്താവ് അതിന് മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്. 38-ാമത്തെ വാക്യം. അതിന് യേശു പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തതെന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ പത്രോസും യേശുവുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ, ഒരു സംഭാഷണത്തിൽ പത്രോസ് ആ ഗുരു പറയുന്നതായിരിക്കുന്ന കാര്യം താൻ അവിടെ ചലഞ്ച് ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എനിക്കെന്തുകൊണ്ട് നിന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല എന്ന് താൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, എന്നാൽ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. ഇവിടെ നമ്മൾ ആ 36-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വരുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന എല്ലാവരോടുമായിട്ടാണ് ഇതിനു മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ കർത്താവ് പറയുന്നതായിട്ട് കാണുന്നത്. എന്നാൽ ഇവിടെ രണ്ടാമത് പത്രോസ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ആരോടാണത് പറയുന്നത്? പത്രോസിനോട് സ്പെസിഫിക്കലി കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. നിനക്ക് എന്നെ ഇപ്പോൾ അനുഗമിക്കുവാൻ കഴിയുകയില്ല. പത്രോസിന് ഇപ്പോൾ കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, എന്നാൽ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ ഭാവി അറിഞ്ഞ് അവൻ്റെ മുന്നോട്ടുള്ള ജീവിത യാത്രയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്ന ഒരു കർത്താവിനെ നമ്മളോട് കാണും. എന്നാൽ പത്രോസിന് അപ്പോൾ അത് മനസ്സിലായതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം, ഇവിടെ കർത്താവ് പത്രോസിനോട് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്രോസേ, നീ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുണ്ടോ? നല്ല കാര്യം. നീ നിത്യജീവനിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ? വളരെ നല്ല കാര്യം. എന്നാൽ എന്നെ അനുഗമിച്ച് ഉടനെ നിത്യജീവനിലേക്ക് പോകുക എന്നുള്ളൊരു പദ്ധതിയല്ല എനിക്കുള്ളത്. അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ രക്ഷണ പ്രവൃത്തിയുടെ ഇടയിൽ ഉള്ള ചില പദ്ധതികളുണ്ട്. അത് പത്രോസ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ശിഷ്യന്മാരാരും മനസ്സിലാക്കിയിട്ടില്ല. ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശിഷ്യന്മാർക്ക് കർത്താവിനോടൊപ്പം ആ രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ താൻ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർത്താവ് പറയുന്നു, തൻ്റെ രക്ഷണ പ്രവൃത്തിയുടെ പദ്ധതികളായിട്ട് ആദ്യം എന്ത് സംഭവിക്കണം? ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു, അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ കർത്താവിന് ചില പദ്ധതികളുണ്ട്. എന്താണ് പദ്ധതികൾ? ഇവർ കർത്താവുമായിട്ട് ഒരുമിച്ച് പോവുകയാണ്. എന്നാൽ ഇവരെ കൂടാതെ കർത്താവ് മുന്നോട്ട് പോയി തൻ്റെ ക്രൂശ് എടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. തനിക്കറിയാം, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ താൻ തൻ്റെ ക്രൂസിലേക്ക് പോകുന്നതായിരിക്കുന്ന സമയമാണ്. ആ ക്രൂശ് തനിക്ക് എടുക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. തനിക്ക് മരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മരണത്തിന് ശേഷം തനിക്ക് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതിനുശേഷമാണ് എന്ത് വരുന്നത്? നിത്യജീവൻ വരുന്നത്. അനുഗമിച്ച് മുന്നോട്ട് പോയി നിത്യജീവനിലേക്ക് അങ്ങനെ അങ്ങ് പോകുവാനുള്ളൊരു പദ്ധതിയല്ല കർത്താവ് അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. താൻ പറയുന്നു, എൻ്റെ രക്ഷണ പദ്ധതിക്ക് ചില പ്രവർത്തനങ്ങളുണ്ട്, അതിന് ചില ഘട്ടങ്ങളുണ്ട്, ചില സ്റ്റേജുകളുണ്ട്. ഇവിടെ താൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ അനുഗമിക്കുവാനായിട്ട് ഇച്ഛിക്കുന്നുണ്ടോ? വളരെ നല്ല കാര്യം. എന്നാൽ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് അനുഗമിച്ച് എൻ്റെ ഒപ്പം പോരുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ എൻ്റെ ക്രൂശ് എടുത്ത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ എന്നെ അനുഗമിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ക്രൂശ് നിങ്ങൾ എടുക്കണം. നിങ്ങൾ ഈ ലോകത്തിന് നിങ്ങളെ തന്നെ മരിപ്പിക്കണം. നിങ്ങൾ മരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. അതിനുശേഷമാണ് നിത്യജീവൻ. അതിനുശേഷമാണ് എന്നോടൊപ്പമുള്ള പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് നിത്യജീവനായിട്ട് കിട്ടുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യമേ ഒരു കുരിശെടുക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ശിഷ്യന്മാർക്ക് ഈ കാര്യം മനസ്സിലായില്ല, പത്രോസിന് ഈ കാര്യം മനസ്സിലായില്ല. അതുകൊണ്ടാണ് പത്രോസ് അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇടയാത്തത്. കാരണം കർത്താവ് എവിടെ പോയാലും കൂടെ പോകുവാനായിട്ട് ഒരുങ്ങിയിരുന്നവനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പത്രോസിനെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിട്ട്
പോകുവാനുള്ളൊരു സമയം വന്നിരിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരെ വിട്ട് അല്പനേരത്തേക്കെങ്കിലും താൻ പോവുകയാണ്. ഈ ലോകത്തിൽ നിന്ന് താൻ മാറ്റപ്പെട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റപ്പെട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും വിട്ട് കർത്താവ് ഈ രീതിയിൽ മാറ്റപ്പെടുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്നുള്ളൊരു മാറ്റപ്പെടലല്ല. നമുക്കറിയാം അതിന് ശേഷം ഒരു നിത്യത ഉണ്ട്. നാം കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനായിട്ടാണ് കർത്താവ് ആ രീതിയിൽ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, പത്രോസിന് ഈ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലായില്ല. എന്നാൽ പത്രോസ് പിന്നത്തേതിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. പത്രോസ് കണ്ടു കർത്താവ് തൻ്റെ രക്ഷണ പദ്ധതിയുടെ ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ച താൻ കണ്ടു. കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസ് പിന്നെ എന്താണ് കാണുന്നത്? കർത്താവ് തൻ്റെ ക്രൂശ് എടുക്കുന്ന കാഴ്ച കണ്ടു, ക്രൂശിൽ മരിക്കുന്നതായിരിക്കുന്ന കാഴ്ച കണ്ടു. അതുമാത്രമല്ല, താൻ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന് സാക്ഷിയായി തീർന്ന പത്രോസിനെ നമ്മൾ പിന്നെ കാണുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതായിരിക്കുന്ന കാഴ്ച താൻ കാണുകയാണ്. അപ്പോഴാണ് തനിക്ക് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഈ ഒരു സന്ദേശത്തിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലായത്. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പത്തിൽ താൻ വിചാരിക്കുന്ന പോലെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്, ചില ഘട്ടങ്ങൾ ആവശ്യമാണ്. അതിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് വെച്ചിരിക്കുന്ന ആ പ്രതിഫലത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കാര്യം മനസ്സിലാക്കിയതായിരിക്കുന്ന പത്രോസ് പിൽക്കാലത്ത് നമുക്കറിയാം തൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? 1 പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയ പത്രോസ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പ്രിയമുള്ളവരെ, ആദ്യമേ കർത്താവ് തന്നോട് പറഞ്ഞായിരിക്കുന്ന ഈ കാര്യങ്ങൾ തനിക്ക് മനസ്സിലായില്ല. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ കർത്താവിൻ്റെ രക്ഷണ പദ്ധതിയുടെ ഘട്ടങ്ങൾ മനസ്സിലാക്കിയ പത്രോസ് പിൽക്കാലത്ത് സഹോദരന്മാരെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് തൻ്റെ ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ കഷ്ടമുണ്ടോ? നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്നുണ്ടോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് മനസ്സിലാക്കി അന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായിട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എത്ര വലിയ വ്യത്യാസമാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്തുണ്ടായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അന്ന് പത്രോസിന് ഈ കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ കർത്താവിനെ അനുഗമിക്കുവാനായിട്ടാണ് പത്രോസ് മുൻകൈ എടുത്തത്. ആ രീതിയിലുള്ളൊരു താല്പര്യമാണ് നമ്മൾ പത്രോസിൽ കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകാതിരുന്നതുകൊണ്ട് താൻ ആകെപ്പാടെ ചിന്താക്കുഴപ്പത്തിലായി എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അതാണ് തൻ്റെ ആ പ്രസ്താവനകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പത്രോസ് ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായി, ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പത്രോസിൻ്റെ ഒരിതാണ്. അങ്ങനെ ചിന്താക്കുഴപ്പത്തിലായതുകൊണ്ടാണ് പത്രോസ് എന്ത് പറയുന്നത്? കർത്താവിനെ അവിടെ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ സാധിക്കുന്നില്ല? 37-ാം വാക്യം, എന്തുകൊണ്ട് എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ സാധിക്കുന്നില്ല? നമുക്കറിയാം ആ ഒരു വാക്യം പത്രോസ് പറയുമ്പോൾ അവിടെ മുന്നിട്ട് നിൽക്കുന്ന തൻ്റെ വികാരം എന്താണ് കർത്താവേ നീ ഇങ്ങനെ എന്നോട് പറയുന്നത്? കഴിഞ്ഞ 3 വർഷമായിട്ട് നിനക്കറിയാം, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന ആളാണ്, അല്ലേ? എന്ത് പരിപാടിക്കും എന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നീ എന്താണ് എനിക്ക് വരാൻ സാധിക്കാത്തത് എന്ന് പറയുന്നത്? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വരെ ഒരുങ്ങി നിൽക്കുന്ന ആളാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് താൻ ചോദിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരു ചിന്ത എന്താണ്? ഒരു ഭാവം എന്താണ്? തന്നിൽ തന്നെയുള്ള ആശ്രയമാണത്. തന്നിൽ തന്നെയുള്ള, തൻ്റെ ശക്തിയിലുള്ള, തൻ്റെ കഴിവിലുള്ള തൻ്റെ ഒരു ആശ്രയമാണത്. പ്രിയമുള്ളവരെ, താൻ തൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വചനം, കർത്താവ് തന്നോട് പറഞ്ഞായിരിക്കുന്ന ആ വചനം, അത് അങ്ങനെ തന്നെ അംഗീകരിക്കാതെ തൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് താൻ അതിനെ അവഗണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് പത്രോസിന് അവിടെ വന്നായിരിക്കുന്ന വീഴ്ച. നമ്മളിവിടെ കാണുന്നത് തൻ്റെ ആ സ്വയാശ്രയത്തിൻ്റെതായിരിക്കുന്ന ഒരു ചിന്ത, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കാത്തതായിരിക്കുന്ന തൻ്റെ ആ ഒരു ചിന്ത നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിനെ തള്ളിക്കളയുന്ന, കർത്താവിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഇത് ശരിയായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്കറിയാം, നമുക്ക് ഏത് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ആളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം
അവർ കർത്താവിനോട് ചോദ്യം ചെയ്യുന്നതായിട്ടല്ല, ദൈവത്തോട് ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യമുണ്ട്. കർത്താവ് ഒരു കാര്യം അവരോട് വെളിപ്പെടുത്തി കൊടുത്താൽ, അല്ലെങ്കിൽ കർത്താവ് വചനത്തിൽ നിന്ന് അവരോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരിൽ കൂടെ അവരോട് സംസാരിച്ചാൽ, എന്തുകൊണ്ട് അതങ്ങനെ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്തുകൂടാ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, എന്തുകൊണ്ട് എൻ്റെ പരിപാടി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, എന്തുകൊണ്ട് കർത്താവിനെ ചോദ്യം ചെയ്യുന്നതായിരിക്കുന്ന ഒരു മനോഭാവം, ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കുന്ന ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, നമ്മളുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ട് ആ കാര്യം ഇരിക്കുന്നു, കർത്താവിൻ്റെ വചനം വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥ. കർത്താവിൻ്റെ വചനം അത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാതിരിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥ. അതാണ് ഇവിടെ പത്രോസിന് സംഭവിച്ചതായിരിക്കുന്ന കാര്യം. പത്രോസ് ഇവിടെ വലിയവനായിരിക്കുന്ന മഹോന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ ചോദ്യം ചെയ്യുകയാണ്. എത്ര സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ കഴിവ്, അവൻ്റെ എബിലിറ്റി കണ്ടവനായിരിക്കുന്ന 3.5 വർഷം അവൻ്റെ കൂടെ ഒരുമിച്ച് ജീവിച്ച് കാര്യങ്ങൾ ചെയ്തവനായിരിക്കുന്ന, ശുശ്രൂഷിച്ചവനായിരിക്കുന്ന പത്രോസ്, ഇവിടെ കർത്താവ് ഒരു കാര്യം അവരോട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലാതെ കർത്താവിനെ ചോദ്യം ചെയ്യുന്നതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. തൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ കർത്താവ്, പത്രോസെ, നിനക്കിപ്പോൾ എൻ്റെ അടുക്ക് എന്നോടൊപ്പം വരുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ പത്രോസ് എന്തായിരുന്നു ഒരുപക്ഷെ അവിടെ ചെയ്യേണ്ടിയിരുന്നത്? കർത്താവേ, ആമേൻ, ഞാനത് മനസ്സിലാക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു, നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയണമായിരുന്നു. അത് പറയുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കർത്താവിലുള്ള തൻ്റെ വിശ്വാസം ആ രീതിയിൽ നിലനിർത്തുവാനായിട്ട് പത്രോസിന് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, അതാണ് പത്രോസിന് ആ ഒരു സമയത്ത് സംഭവിച്ചതായിരിക്കുന്ന ഒരു പരാജയമായിട്ട് നമ്മൾ കാണുവാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾക്കും ഇത് പലപ്പോഴും സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? കർത്താവിൻ്റെ വചനത്തിലെ പല സത്യങ്ങളും നമ്മൾക്ക് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നമ്മൾ സംസാരിക്കുമ്പോൾ, തൻ്റെ വചനത്തിൽ കൂടി തൻ്റെ ദാസന്മാരിൽ കൂടി നമ്മളോട് സംസാരിക്കുമ്പോൾ, അതിന് വേണ്ടത്ര രീതിയിൽ ആ രീതിയിൽ ചെവി കൊടുക്കാതെ, അതിന് വിധേയപ്പെടാതെ അത് ചോദ്യം ചെയ്യുന്നതായിരിക്കുന്ന, അതിനെ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കുന്ന ഒരു സമീപനം, അത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു സമീപനമാണ്. അത് നമ്മളുടെ വീഴ്ചയുടെ അല്ലെങ്കിൽ നമ്മുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ആരൊക്കെ ആ രീതിയിൽ കർത്താവിൻ്റെ വചനങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും പിന്മാറിപ്പോയതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പത്രോസിന് സംഭവിച്ചതും അതുതന്നെയാണ്. കർത്താവിനെ താൻ സംശയിച്ചു, കർത്താവിൻ്റെ വചനത്തെ സംശയിച്ചു. ആ രീതിയിൽ കർത്താവിനോട് മറുതലിച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വചനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് തൻ്റെ കഴിവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നതായിരിക്കുന്ന ഒരു പത്രോസിനെ നമ്മൾ ഇവിടെ കാണുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾക്ക് ആദ്യത്തെ പോയിൻ്റായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തെ അത് ആയിരിക്കുന്ന രീതിയിൽ തന്നെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക, അതിന് ആമേൻ പറയുക, അതിന് വിധേയപ്പെടുക, നമ്മളെ നിലനിർത്തുവാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവത്തിന് സാധിക്കും. രണ്ടാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മളുടെ സ്വയമായിരിക്കുന്ന ഒരാത്മവിശ്വാസം അതിനെ ഒഴിവാക്കുക. നമ്മളുടെ സ്വയത്തിൻ്റേതായിരിക്കുന്ന ആ വിശ്വാസത്തെ അല്ലെങ്കിൽ കഴിവിനെ നമ്മൾ ഒഴിവാക്കുക. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആദ്യത്തെ കാര്യം നമ്മൾ കണ്ടു, കർത്താവിൻ്റെ വചനം അതായിരിക്കുന്ന രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം നമ്മളുടെ സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുക, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ 37-38 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തതെന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന് പറഞ്ഞു. അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഒരു കാര്യം, പത്രോസിന് ഒരു വളരെ നല്ല ഒരു മനോഭാവം ഉണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു ആ മനോഭാവം? കർത്താവിനോടുകൂടെ എപ്പോഴും ആയിരിക്കണം. കർത്താവ് എവിടെ പോയാലും അവനോടൊപ്പം ആയിരിക്കണം. കർത്താവിനെ വിട്ടുപിരിയുവാനായിട്ട് പത്രോസിന് താല്പര്യമില്ല. കർത്താവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, താൻ എങ്ങോട്ടൊക്കെയാണോ പോകുന്നത്, ആ കൂട്ടത്തിലെല്ലാം താൻ ഉണ്ടായിരിക്കണം എന്നുള്ള വളരെ മഹത്തായിരിക്കുന്ന ഒരു ആഗ്രഹമുള്ളവനായിട്ടാണ് നമ്മൾ പത്രോസിനെ ഇവിടെ കാണുന്നത്. ഇവിടെ അത് വളരെ നല്ലൊരു ആഗ്രഹം തന്നെയാണ്. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന ഒരാഗ്രഹം തന്നെയാണ്. എന്നാൽ അങ്ങനെ കർത്താവിനോടൊപ്പം എപ്പോഴും ആയിരിക്കുവാൻ, അവനോടൊപ്പം ചേർന്നിരിക്കുവാൻ, അവനോടൊപ്പം എവിടെയും പോകുവാനായിട്ട് ഉള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പത്രോസ് ആശ്രയിക്കുന്നത് എന്തിനാണ്? പത്രോസ് എന്തിലാണ് ആശ്രയിക്കുന്നത്? അവൻ്റെ സ്വന്തം കഴിവിലാണ്, സ്വന്തം ശക്തിയിലാണ്. കർത്താവിൻ്റെ കൃപയിലല്ല അവൻ താൻ ആശ്രയിക്കുന്നത് നമ്മൾ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത്? അപ്പോൾ പത്രോസ് അവിടെ കർത്താവിനെ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത്? എൻ്റെ ശക്തിയെക്കുറിച്ച് കർത്താവേ നിനക്ക് എന്താണ് അറിയാത്തത്? എൻ്റെ മനസ്സിലെ ചിന്തകൾ, താല്പര്യങ്ങളല്ലേ, എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് നിന്നോട് അടുത്ത് ജീവിക്കുവാൻ അല്ലെങ്കിൽ നിന്നോടൊപ്പം ആയിരിക്കുവാൻ ഞാൻ എന്തുമാത്രം താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ എന്താണത് ബോധവാനാകാതിരിക്കുന്നത്?
നിനക്ക് എന്താണത് മനസ്സിലാകാതിരിക്കുന്നത്? അത് എന്തുകൊണ്ടാണ് എനിക്കത് സാധിക്കാത്തത്? ആ ഒരു ചിന്തയാണ് നമ്മളിവിടെ മുന്നിട്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് തൻ്റെ ആ ഒരു പ്രസ്താവനയിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഒരു കാര്യം, പത്രോസിന് കർത്താവിനോടൊപ്പം എപ്പോഴും അടുത്തിരിക്കുവാനായിട്ട്, കർത്താവിൻ്റെ സാമീപ്യം ആസ്വദിക്കുവാനായിട്ടുള്ള ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. എന്നാൽ അതിനു വേണ്ടിയിട്ട് താൻ എടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ തൻ്റെ ശക്തിയിലുള്ള ആശ്രയമാണ്, തൻ്റെ കഴിവിലുള്ള ആശ്രയമാണ്, കർത്താവിൻ്റെ കൃപയിലുള്ള കാര്യമല്ല. അത് നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നൊരു കാര്യമല്ല. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പത്രോസ് ഈ കാര്യത്തിന് മുതിർന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല അനുകരണീയമായിരിക്കുന്ന ഒരു മാതൃക തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത് എന്ന് പറഞ്ഞായിരിക്കുന്ന പത്രോസ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന് പറഞ്ഞു. പത്രോസ് പറയുന്നത് എന്താ? കർത്താവേ, നിനക്കറിയത്തില്ലേ എൻ്റെ ഒരുക്കത്തെക്കുറിച്ച്, എൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് നിനക്കറിയത്തില്ലേ? ഞാൻ എൻ്റെ ജീവനെ വേണമെങ്കിൽ നിനക്ക് വേണ്ടി വെച്ച് കളവാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 37-ാം വാക്യത്തിൽ പത്രോസ് ആ ഒരു കാര്യം പറയുന്നത്, എൻ്റെ ജീവനെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെച്ച് കളയും എന്ന് പത്രോസ് ഇവിടെ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിൻ്റെ മറുപടി കർത്താവ് എന്താണ് പറയുന്നത്? വളരെ രസകരമായിരിക്കുന്ന ഒരു വാക്യമാണ് 38-ാം വാക്യം. നമ്മൾ ആ 38-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അതിന് മറുപടി പറഞ്ഞു, അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? താനൊരു ചോദ്യം തിരിച്ച് ചോദിക്കുകയാണ്. കർത്താവ്, പത്രോസ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് തിരിച്ച് തന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓ, അത് ശരി, അങ്ങനെയാണല്ലേ, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? കർത്താവ് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തൻ്റെ ആ ഒരു ടോണ്, അല്ലെങ്കിൽ തൻ്റെ ആ സ്വരത്തിൻ്റെ ആ ടോൺ എങ്ങനെയായിരുന്നു എന്ന് അറിയുവാനായിട്ട് ശ്രമിക്കുന്നത് വളരെ കൗതുകമാണ്, അല്ലേ? ഇതാരോടാണ് പറയുന്നത്? പത്രോസ് കർത്താവിനോടാണ് പറയുന്നത്, സാക്ഷാൽ ദൈവമായിരിക്കുന്നതിനോടാണ് പറയുന്നത്. തൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, സകല കാര്യങ്ങളെക്കുറിച്ച്, നമ്മളുടെ ഓരോരുത്തരുടെയും ഭാവിയെക്കുറിച്ച് അറിയുന്ന ഒരു കർത്താവിനോടാണ് പത്രോസ് ഇത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് തന്നോട് ഈ ഒരു ചോദ്യം തിരിച്ച് ചോദിക്കുമ്പോൾ, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ എന്ന് തിരിച്ച് പത്രോസിനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു ടോൺ എന്തായിരിക്കും? നമുക്കറിയാം, തീർച്ചയായിട്ടും കർത്താവിനറിയാം പത്രോസ് തൻ്റെ ജീവനെ അവന് വേണ്ടി വെച്ചു കൊടുക്കും, കർത്താവിന് വേണ്ടി വെച്ചു കൊടുക്കും എന്നുള്ള കാര്യം, മുന്നോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് കർത്താവിന് തീർച്ചയായിട്ടും അറിയാം. കർത്താവ് പത്രോസിൻ്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആ ഒരു സമയപരിധിയാണ് പ്രശ്നം. എന്താണ് അവിടുത്തെ സമയപരിധി? ഇപ്പോൾ പത്രോസ് പറയുന്നത് എന്താണ്? കർത്താവിന് വേണ്ടിയിട്ട് ജീവനെ വെച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരുക്കമാണ്. കർത്താവ് പോകുന്നിടത്തേക്ക് പോകുവാനായിട്ട് അവൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ ആവശ്യമെങ്കിൽ തൻ്റെ ജീവനെ വെച്ച് കളവാൻ വരെ പത്രോസ് ഒരുക്കമാണ്. കർത്താവ് എങ്ങോട്ടേക്ക് പോകുന്ന കാര്യമായി പറയുന്നത്? കർത്താവ് പറയുന്നത് തൻ്റെ രക്ഷണ പദ്ധതിയിലെ ആദ്യത്തെ പരിപാടിയായ തൻ്റെ ക്രൂശ് എടുത്ത് മരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. അവിടേക്ക് തൻ്റെ ശിഷ്യന്മാർക്ക് ഇപ്പോൾ വരുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് തൻ്റെ ശിഷ്യന്മാരോട് താൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, കർത്താവേ, എനിക്ക് നിൻ്റെ ഒപ്പം വരാൻ സാധിക്കാത്തത് എന്ത്? ആവശ്യമെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും. പത്രോസിൻ്റെ മുന്നോട്ടുള്ള ഭാവി അറിയാവുന്ന കർത്താവ്, നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി അറിയാവുന്ന കർത്താവ് എപ്പോൾ എന്തായിരിക്കും ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം, കർത്താവ് അവനോട് ചോദിച്ചു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? അടുത്ത 24 മണിക്കൂറിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആർക്കറിയാം? കർത്താവിനറിയാം, അല്ലേ? പത്രോസ് എന്താണ് ചെയ്തത്? ഈ മഹത്തായ പ്രസ്താവന, എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ മഹത്തായ പ്രസ്താവന പറഞ്ഞ പത്രോസ് ഇനിയും വരുവാനുള്ള അടുത്ത 24 മണിക്കൂറിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ പത്രോസ് ഇത് പറഞ്ഞപ്പോൾ തന്നെ കർത്താവിന് ആ കാര്യങ്ങൾ അറിയാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ സമയത്തെ മനോഭാവം, പത്രോസ് ഇത് പറഞ്ഞപ്പോഴുള്ള തൻ്റെ മനോഭാവം എന്തായിരിക്കും? നമുക്കറിയാം, പത്രോസ് അടുത്ത 24 മണിക്കൂറിൽ കർത്താവ് പോകുന്നിടത്തേക്ക് പോകുവാൻ വേണ്ടി തൻ്റെ ജീവനെ വെച്ച് കളയുന്നത് പോയിട്ട് കർത്താവിനെ അറിയുമെന്ന് പറയുവാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവനായി താൻ പിന്മാറിപ്പോയി എന്ന് നമ്മൾ കാണുവാൻ സാധിക്കും. കർത്താവിനെ തള്ളിപ്പറയുന്നവനായി, കർത്താവിന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുവാൻ ഒരുങ്ങിയ പത്രോസ് ഒരു ബാല്യക്കാരുടെ മുമ്പിൽ അവനെ തള്ളിപ്പറയുന്ന കാഴ്ച നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. എത്ര ശോകമായിരിക്കുന്ന ഒരു സംഭവമാണ്, അല്ലേ? എത്ര ശോചനീയമായിരിക്കുന്ന ഒരു കാര്യം. ഇത്ര വലിയ വിശ്വാസത്തിൽ നിലനിന്ന, അല്ലെങ്കിൽ നീ മഹോന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ്, നീ മശിഹായാണെന്ന് പറഞ്ഞ് കർത്താവിനെ സാക്ഷീകരിച്ച, അവനെ ആ രീതിയിൽ അംഗീകരിച്ചായിരിക്കുന്ന പത്രോസ് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ സാധിക്കാതെ പിന്മാറിയ, പേടിച്ചു പോയതായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മുന്നോട്ടുള്ള 24 മണിക്കൂറിൽ കാണുന്നത്. ഇത് മനസ്സിലാക്കിയ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നിനക്ക് എന്നോട് കൂടെ ഇപ്പോൾ വരുവാൻ സാധിക്കുകയില്ല.
എന്നാൽ അതേ കർത്താവ് തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു. എന്താണ്? പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും, അല്ലേ? ഇവിടെ പത്രോസ് ഈ ഒരു പ്രസ്താവന പറയുമ്പോൾ കർത്താവിനറിയാം പത്രോസിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ കർത്താവിന് മുമ്പിൽ ഇരിക്കുകയാണ്. പത്രോസ് ഇനിയും ഭാവിയിൽ തനിക്ക് വേണ്ടി എന്താണ് ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്നത്, എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ള കാര്യം കർത്താവിന് നന്നായിട്ടറിയാം. അത് നമ്മൾ പിന്നെ പിൽക്കാല ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിനെ തള്ളിപ്പറഞ്ഞായിരിക്കുന്ന പത്രോസ്, കർത്താവിൻ്റെ മരണത്തിന് സാക്ഷിയായി തീർന്ന പത്രോസ്, അവൻ്റെ ഉയിർപ്പിന് സാക്ഷിയായി തീർന്ന പത്രോസ്, സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ കണ്ടതായിരിക്കുന്ന പത്രോസ്, അവൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതായിരിക്കുന്ന പത്രോസ് പിൻകാലത്ത് ചെയ്തായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കുവാൻ താൻ തയ്യാറായി. പക്ഷേ ഇപ്പോൾ താൻ അതിന് ഒരുക്കമുള്ളവനായി തീർന്നിട്ടില്ല. ഇപ്പോൾ താൻ അതിന് ശക്തനായി തീർന്നിട്ടില്ല. കാരണം എന്താണ്? താൻ തൻ്റെ കഴിവിലാണ് ആശ്രയിക്കുന്നത്. കർത്താവിൻ്റെ കൃപയിൽ തന്നെ നിലനിർത്തുവാനായിട്ട് ഒരുക്കമുള്ളതായിരിക്കുന്ന കർത്താവിൻ്റെ കൃപയിലല്ല താൻ ശരണപ്പെടുന്നത്. താൻ തൻ്റെ കഴിവിൽ ആശ്രയിച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ പോകുവാനായിട്ടാണ് ഒരുങ്ങുന്നത്. ഇവിടെ പത്രോസ് വിചാരിക്കുന്നത് എന്താ? എൻ്റെ ശക്തിയിൽ എനിക്ക് കർത്താവിനെ അനുഗമിക്കുവാൻ സാധിക്കും, എൻ്റേതായിരിക്കുന്ന ഒരുക്കത്തിൽ, എൻ്റേതായിരിക്കുന്ന സ്വയത്തിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് പറയുന്നു, മകനെ, നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇപ്പോൾ നിനക്ക് ശക്തിയില്ല. അതുമാത്രമല്ല, നീ ഇനി മുന്നോട്ട് ഈ അടുത്ത 24 മണിക്കൂറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ള കാര്യവും എനിക്കറിയാം. എത്ര ഭയങ്കരമായിരിക്കുന്നൊരു കാര്യം, അല്ലേ? പ്രിയമുള്ളവരെ, വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ, ഒരു പക്ഷേ നാം അതിനും മറുതലിക്കുന്നവരായി, അതിന് ചെവി കൊടുക്കാത്തവരായിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ കഴിവിൽ ആശ്രയിച്ച്, നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് നാം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നാം നിലനിൽക്കുന്നത് വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിലാണ്. ദൈവത്തിൻ്റെ വചനം അത് അങ്ങ് ആയിരിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ, ചോദ്യം ചെയ്യാതെ അതനുസരിച്ചെങ്കിൽ മാത്രമേ, അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ കർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് കർത്താവേ ആമേൻ എന്ന് പറഞ്ഞ് അത് ആ രീതിയിൽ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ് പോകുവാൻ, പരാജയപ്പെട്ടു പോകാൻ, പത്രോസിനെ പോലെ കർത്താവിനെ ഒരുപക്ഷെ തള്ളിക്കളയുന്നവരായി തീരുവാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, പത്രോസിനുണ്ടായ വീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ബലഹീനനായി പോയതുകൊണ്ടല്ല അവൻ വീണത്, അല്ലേ? അവൻ ബലഹീനനായി പോയതുകൊണ്ടല്ല അവൻ വീണത്. അവൻ ബലഹീനനായിരുന്നെങ്കിൽ, അവന് കഴിവില്ലായിരുന്നെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? അവന് കഴിവിന് വേണ്ടി, സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മൾക്കറിയാം, ഏത് സമയത്തും തക്ക സമയത്ത് കൃപ ലഭിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തില്ലുവാനുള്ള വലിയ ആഹ്വാനം നമ്മൾക്കുണ്ട്. തനിക്ക് കഴിവില്ലായിരുന്നെങ്കിൽ, തനിക്ക് ശക്തിയില്ലായിരുന്നെങ്കിൽ താൻ ചെയ്യേണ്ടിയിരുന്നത് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. പലപ്പോഴും നമ്മൾ വാചകം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവർ ഹെൽപ്പ് ഇസ് ജസ്റ്റ് എ ക്രൈ അവേ. നമ്മളുടെ സഹായം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കരച്ചിലിൻ്റെ അപ്പുറം മാത്രമാണ്. ഏത് സമയത്തും നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് സഹായത്തിന് വേണ്ടി നമ്മളൊന്ന് നിലവിളിക്കുക മാത്രം ചെയ്താലും മതി, നമ്മൾക്ക് സഹായം ലഭിക്കും. എന്നാൽ പത്രോസ് എന്താണ് ചെയ്തത്? താൻ ശക്തനാണെന്ന് താൻ കരുതി, തൻ്റെ ശക്തിയിൽ താൻ ആശ്രയിച്ചു. സഹായത്തിന് വേണ്ടിയിട്ട് താൻ അപേക്ഷിച്ചില്ല, സഹായത്തിന് വേണ്ടിയിട്ട് താൻ നിലവിളിച്ചില്ല, താൻ തെറ്റിപ്പോകുവാനായിട്ട് ഇടവന്നു. പ്രിയമുള്ളവരെ, തൻ്റെ ദൗർബല്യം അല്ലെ, തൻ്റെ ബലഹീനതയല്ല തന്നെ വീഴ്ച കളഞ്ഞത്, തൻ്റെ കഴിവിലുള്ള തൻ്റെ അമിതമായിരിക്കുന്ന വിശ്വാസവും അതും അഹങ്കാരവുമാണ് തന്നെ വീഴ്ച കളഞ്ഞത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് പത്രോസിൻ്റെ മാത്രം അനുഭവമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, മറ്റുള്ള അനേക ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യത്തെ പ്രതികരണം എന്താ? എൻ്റെ ദൈവമേ സ്തോത്രം, ഞാനത് ചെയ്തില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. എന്നാൽ നമ്മൾ പറയേണ്ടതാണ്, ദൈവമേ നിൻ്റെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ, നിൻ്റെ മഹാകരുണയുണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ അത് ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കും, എന്നെ സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പത്രോസ് തനിക്ക് നിൽക്കുവാൻ സാധിക്കുമെന്ന് വിചാരിച്ചു, താൻ ശക്തനാണെന്ന് വിചാരിച്ചു. നമ്മൾ കാണുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിൽ താൻ ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. അവിടെ എന്താണ് താൻ പറയുന്നത്? താൻ പറയുന്നു, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഏത് സമയത്താണോ നാം നിൽക്കുന്നു എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നത്, നമ്മൾ ശക്തരാണെന്ന് തോന്നുന്നത്, അപ്പോൾ തന്നെ നമ്മൾക്ക് വീഴുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ സദൃശവാക്യത്തിലൊരു വാക്യം വായിക്കുന്നുണ്ട്, സദൃശവാക്യം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം.
പ്രിയമുള്ളവരെ, ഏത് സമയത്താണോ നമ്മൾക്ക് ശക്തിയുണ്ട്, നമ്മൾ നിലനിൽക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്, അത് നമ്മളുടെ വീഴ്ചയുടെ ആരംഭമായിട്ടാണ് ഇരിക്കുന്നത്. വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ, അവൻ്റെ ശക്തിയിൽ, കരുണയിൽ ആശ്രയിക്കാതെ, അവൻ്റെ കൃപയില്ലാതെ നമ്മൾക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വചനം അതങ്ങനെ തന്നെ, അതായിരിക്കുന്ന രീതിയിൽ തന്നെ അംഗീകരിക്കുക, അത് ആ രീതിയിൽ അതിന് ആമേൻ പറയുക, അത് മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക, അതനുസരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ശക്തിയിൽ, സ്വയശക്തിയിൽ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതിരിക്കുക. കർത്താവിൻ്റെ കരുണയിൽ, കൃപയിൽ ശക്തിപ്പെടുക. നമുക്കറിയാം, ഇത് പത്രോസിന് സംഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് നമ്മൾക്ക് ഏവർക്കും സംഭവിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമായിട്ടും കൂടിയാണിരിക്കുന്നത്, അല്ലേ? നമ്മൾ 1 കൊരിന്ത്യർ വായിച്ചല്ലോ, അതിൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുവാൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ തുടർന്ന് പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാകും. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് സുഗമമായിരിക്കുന്ന ഒരു യാത്രയല്ല. ഒരു ദിവസവും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ, പരീക്ഷകളില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾക്ക് തീർച്ചയായിട്ടും പരീക്ഷകളുണ്ട്. ദൈവം നമ്മൾക്ക് പരീക്ഷകൾ ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ടിട്ടുള്ള പരീക്ഷകളുണ്ട്. എന്നാൽ ദൈവം വിശ്വസിച്ച് നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് കഴിയേണ്ടതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ ദൈവം പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഉണ്ടാകും. നമ്മളെന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, അവൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അതിൽ ശരണപ്പെടുക. അതിൽ നിലനിന്നുകൊണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞതായിരിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കാൻ സാധിക്കും. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഈ പറഞ്ഞതായിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? മാളികമുറിയിലെ അത്താഴ സമയത്താണെന്ന് നമ്മൾക്കറിയാം, അല്ലേ? ഈ ഒരു സംഭാഷണമെല്ലാം നമ്മൾ കാണുന്നത് മാളികമുറിയിൽ അവർ കർത്താവിനോട് കൂടെ അത്താഴം കഴിക്കുവാനായിട്ട് ഇരിക്കുന്നതായിരിക്കുന്ന ഒരു സമയത്താണ്. നമുക്കറിയാം, മാളികമുറിയിലെ അത്താഴം കഴിഞ്ഞു. അതിനുശേഷം കർത്താവ് അവരോട് പല കാര്യങ്ങൾ പറയുന്നു. കർത്താവ് അവരുടെ കാലുകഴുകൽ ശുശ്രൂഷ നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പത്രോസും കർത്താവുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം അവിടെ നടക്കുകയാണ്. പത്രോസ് പറയുകയാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുവാനായിട്ട് ഒരുങ്ങിയാണ് ഇരിക്കുന്നത്. എനിക്കെന്താണ് അങ്ങനെ വരാനായിട്ട് സാധിക്കാതിരിക്കുന്നത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത് എന്നെല്ലാം പത്രോസ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? നീ എന്നെ അറിയത്തില്ല എന്ന് പറയാതെ ഇന്ന് കോഴി കൂവത്തില്ല. 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയാതെ കോഴി കൂവുകയില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ആ മാളികമുറിയിലെ ആ സമയത്ത് നടക്കുകയാണ്, അല്ലേ? എന്നാൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞ് ആ മാളികമുറിയിലെ കാര്യങ്ങൾ, ആ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കറിയാം, കർത്താവ് താൻ പിടിക്കപ്പെടുന്നതിന് മുമ്പേ, തന്നെ ചേവകർ വന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇവർ പോകുന്നതായിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഗെത്സമന തോട്ടത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഗെത്സമന തോട്ടത്തിലേക്കാണ് അവർ പോകുന്നത്. ഈ മാളികമുറിയിലെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഗെത്സമന തോട്ടമാണ്. അവിടെ എന്തിനാണ് അവർ പോയത്? എന്താണ് അവരവിടെ ചെയ്തത്? നമുക്കറിയാം, കർത്താവ് ശിഷ്യന്മാരുടെ അവിടെ പോയി എന്നിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, നിങ്ങളിവിടെ ഇരിപ്പിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് താൻ മുന്നോട്ട് പോയി. താൻ ശിഷ്യന്മാരെ വിട്ട് മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു. 3 പേരെ തൻ്റെ കൂടെ വിളിച്ചു. ആ 3 പേർ ആരൊക്കെയായിരുന്നു? നമുക്കറിയാം, പത്രോസ് അതിലൊരാളായിരുന്നു, അല്ലേ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെ കൂട്ടി അല്പം മുന്നോട്ട് ചെന്ന് അവരോട് പിന്നെയും താൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഈ മാളികമുറിയിൽ പത്രോസിനോട് സംസാരിച്ച് പത്രോസിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമനയിലേക്ക് പോയി. അവിടെ തൻ്റെ ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാരെ കൂട്ടി മുന്നോട്ട് പോയി അവരെ അവിടെ ഇരുത്തിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ വിട്ട് പിന്നെയും ഒരു കല്ലേറ് ദൂരത്തോളം മുന്നോട്ട് നീങ്ങിപ്പോയി പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യം എന്താണ്? അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന ഒരു രസമുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു, അല്ലേ? 3 പ്രാവശ്യം എന്നെ, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതിന് മുമ്പ് കോഴി കൂവുകയില്ല എന്ന് പറഞ്ഞു. അടുത്ത സീൻ നമ്മൾ കാണുന്നത് കോഴി കൂവുന്നതാണോ? അല്ല. അടുത്ത സീൻ നമ്മൾ കാണുന്നത് പത്രോസ് തള്ളിപ്പറയുന്നതും കോഴി കൂവുന്നതല്ല. അടുത്ത സീനായിട്ട് നമ്മൾ കാണുന്നത് ഗെത്സമനയിലെ തോട്ടമാണ്.
അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഈ 3 ശിഷ്യന്മാരെ കൂട്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവരോട് പറഞ്ഞു, പരീക്ഷയിൽ ഏർപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞ് താൻ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് തിരികെ വന്ന് ഇവർ ഉറങ്ങുന്നത് കണ്ടു, അല്ലേ? അപ്പോൾ താൻ പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമ്മളത് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, 26-ാം അധ്യായത്തിന് 40-41 വാക്യങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് പിന്നെയും അവരെ വിട്ട് മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചായിരിക്കുന്ന കർത്താവ് തിരികെ വന്ന് ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട്? 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ 3 പ്രാവശ്യം പറഞ്ഞു, അല്ലേ? നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. കോഴി കൊന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. ഇവിടെ താൻ ശിഷ്യന്മാരോട്, പത്രോസിനോട് പറയുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ. 3 പ്രാവശ്യം പറഞ്ഞു. യാദൃശ്ചികമാണോ? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയുടെ ബാഹുല്യം നമ്മൾ വീണ്ടും കാണുകയാണ്. കർത്താവിൻ്റെ കൃപയുടെ ആ പരിധി നമ്മൾ വീണ്ടും കാണുകയാണ്. പത്രോസ് തന്നെ തള്ളിപ്പറയും എന്ന് അറിഞ്ഞതായിരിക്കുന്ന കർത്താവ്, അതിനെക്കുറിച്ച് അവന് മുന്നറിയിപ്പ് കൊടുത്തതായിരിക്കുന്ന കർത്താവ് വീണ്ടും അവനെ ശക്തിപ്പെടുത്തുകയാണ്, വീണ്ടും അവനെ ബലപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ താൻ ആ വീഴ്ചയിലേക്ക് പോകാതെ, പാപത്തിലേക്ക് പോകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, തൻ്റെ ആത്മാവിനെ ശക്തീകരിക്കുവാനായിട്ട് ആഹ്വാനം അവന് കൊടുക്കുകയാണ്. രണ്ടാമതൊരു സെർമണോടെ, ഒരു മെസ്സേജോടെ പത്രോസിനോട് കർത്താവ് പറയുകയാണ്. എത്ര അതിശയകരമായിരിക്കുന്ന, അല്ലെങ്കിൽ എത്ര സ്നേഹത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം നമ്മൾ കർത്താവിൽ അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അവിടെ പത്രോസിനെ വീണ്ടും പ്രബോധിപ്പിക്കുന്ന, അവന് മാനസാന്തരത്തിന് ഒരവസരം കൂടെ, അവൻ പാപത്തിലേക്ക് പോകാതിരിക്കുവാനായിട്ട് അവനെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു കർത്താവിനെ നമ്മളവിടെ കാണുകയാണ്. പത്രോസ് പക്ഷേ ആ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അവർ ഉറക്കഭാരത്താൽ ഉറങ്ങിപ്പോയി, അവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ നമുക്കറിയാം, പത്രോസ് മുന്നോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പത്രോസിൻ്റെ കഥയുടെ അന്ത്യം എന്താണ്? നമ്മൾ കാണുന്നുണ്ട്. പത്രോസിൻ്റെ കഥയുടെ അന്ത്യം, പത്രോസിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ തള്ളിപ്പറച്ചിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായി തീർന്നില്ല. യൂദ ഇസ്കര്യോത്തിയെ നമുക്കറിയാം, അല്ലേ? കർത്താവിനെ ഒറ്റിക്കൊടുത്ത് കാണിച്ചു കൊടുത്തവനായിരിക്കുന്ന യൂദ, അവൻ്റെ ഒറ്റിക്കൊടുക്കൽ, അതിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ഹൃദയത്തിലുള്ള വിചാരങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമായി തീർന്നു. എന്നാൽ പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ അത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായി തീർന്നില്ല. നമ്മൾ കാണുന്നുണ്ട് ഇവിടെ യൂദായെയും പത്രോസിനെയും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ കർത്താവ് പറഞ്ഞായിരിക്കുന്ന ഒരു വാക്യം നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 22-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ. ലൂക്കോസ് 22-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്നതിന് ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു, യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. യൂദയുടെ ജീവിതത്തിൻ്റെ അവസാനമായിരുന്നു അത്. യൂദയ്ക്ക് പിന്നെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല. ആ രീതിയിലൊരു മടങ്ങിവരവ് തനിക്കുണ്ടായില്ല. തനിക്ക് അവസാനം ആ രീതിയിൽ നാശത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ പത്രോസിന് എന്താണ് സംഭവിച്ചത്? പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ കൃപ വീണ്ടും പത്രോസിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുകയാണ്, അല്ലേ? അവനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. തനിക്ക് മടങ്ങി വരുവാനുള്ളൊരു അവസരം ദൈവം കൊടുത്തു. തനിക്ക് ആ രീതിയിലുള്ള ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. ആ തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പത്രോസിനോട് കർത്താവ് ഇടപെടുന്നതായിരിക്കുന്ന ആ സീൻ, അത് വേറൊരു പ്രസംഗത്തിൻ്റെ വിഷയമാണ്. എത്ര മനോഹരമായിരിക്കുന്ന, ഹൃദയസ്പർശിയായിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. പത്രോസിന് ദൈവം വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണ്. യൂദ വീണു പോയപ്പോൾ പത്രോസ് മടങ്ങി വന്നത്, പത്രോസ് നിലനിന്നത്, പത്രോസ് ആദിമസഭയുടെ ഏറ്റവും ശക്തനായിരിക്കുന്ന ഒരു തൂണായി പിൽക്കാലങ്ങളിൽ മാറിയത് അതെന്തുകൊണ്ടാണ്? പത്രോസിൻ്റെ കഴിവ് കൊണ്ടാണോ? തൻ്റെ ശക്തി കൊണ്ടാണോ? അല്ല. നമുക്കറിയാം, നമ്മളിവിടെ വായിച്ചു, ലൂക്കോസ് അതിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ അതിന് പറയുന്നുണ്ട്: ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഇവിടെ താൻ പറയുന്നുണ്ട്, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്. ആരേക്കാ? ഒരുപക്ഷേ പത്രോസിനെയും യൂദയുമായിരിക്കാം. അവിടെ പ്ലൂറലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങളെ. ഒരുപക്ഷേ യൂദയും പത്രോസിനെയും ഗോതമ്പ് പോലെ പാറ്റുവാനായിട്ടായിരിക്കാം സാത്താൻ കൽപ്പന ചോദിച്ചത്. എന്നാൽ ഇവിടെ താൻ പറയുന്നു, കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാനോ
നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പത്രോസിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു കർത്താവ് അവനെ സാത്താൻ്റെ കയ്യിൽ അകപ്പെടുത്തി അവൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ, അവന് അതിൽ നിന്നൊരു വിടുതൽ കൊടുക്കുവാനായിട്ട് പത്രോസിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതായിരിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ള ഒരു കർത്താവിൻ്റെ കൃപ എത്രയോ വലുതാണ്. പത്രോസിനെ മടക്കി കൊണ്ടുവന്നായിരിക്കുന്ന തൻ്റെ സ്നേഹം അത് എത്രയോ വലുതാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. യൂദ അവിടെ പിന്തള്ളപ്പെട്ടു പോയി, നശിച്ചു പോയി. എന്നാൽ പത്രോസിന് മടങ്ങി വരവിൻ്റെതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു. അവൻ്റെ കഴിവ് കൊണ്ടല്ല, അവൻ്റെ ശക്തി കൊണ്ടല്ല, കർത്താവിൻ്റെ മഹത്തായിരിക്കുന്ന കൃപയിൽ ആ രീതിയിലൊരു അവസരം തനിക്ക് വീണ്ടും കർത്താവ് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, അത് പ്രയാസമുള്ള കാര്യമാണ്. അതിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വേദനകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഒരു പ്രസംഗൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളതല്ല, അത് അസാധ്യമായിരിക്കുന്ന ഒന്നാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളതല്ല, അത് അസാധ്യമായിരിക്കുന്ന ഒന്നാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപയില്ലാതെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ക്രിസ്തീയ ജീവിതം നമ്മൾക്ക് മുന്നോട്ട് നയിച്ച് അത് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഏത് നിമിഷവും നമ്മൾ വീണു പോകാം, ഏത് നിമിഷവും സാത്താൻ നമ്മളെ ഗോതമ്പ് പോലെ പാറ്റാം. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവം, കർത്താവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ നമ്മളെ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ തൻ്റെ കൃപയിൽ നമ്മളെ നിലനിർത്തുന്നു, തൻ്റെ കൃപയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഴാതെ നിൽക്കുവാനായിട്ടിടയായിത്തീരുന്നത്. നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ ശക്തിയിലല്ല, എന്നാലും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ശക്തിയിലാണെന്ന് തോന്നുന്ന നിമിഷം പ്രിയമുള്ളവർ നമ്മൾ വീഴ്ച ആരംഭിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു, കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, കർത്താവിൻ്റെ വചനം അത് അങ്ങനെ തന്നെ അതായിരിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതിരിക്കുക. കർത്താവിൻ്റെ കൃപയില്ലാതെ, കർത്താവിൻ്റെ ശക്തിയില്ലാതെ, കർത്താവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാതെ നമ്മളുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അസാധ്യമായിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു യാത്രയിൽ പിന്മാറിപ്പോയവർ, വീണുപോയവർ, താളടിയായി പോയവർ അനവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ ചരിത്രങ്ങൾ ബൈബിൾ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഞാനും നിങ്ങൾക്കും ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ നിലനിർത്തി, നമ്മളെ പരിപാലിച്ചു, നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതങ്ങൾ അവസാനിച്ചിട്ടില്ല. ഒരു ദിവസം, ദൈവഹിതമെങ്കിൽ ഒരു ദിവസം നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് വെറുതെ നമ്മൾ അനുഗമിച്ചങ്ങ് പ്രവേശിക്കുകയില്ല. അതിനുള്ളിൽ ചില പടികളുണ്ട്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, അവൻ്റെ രക്ഷണ പദ്ധതിയിൽ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ ക്രൂസ് എടുത്ത് മുന്നോട്ട് പോവുക, ഈ ലോകത്തിന് നമ്മളെ തന്നെ മരിപ്പിക്കുക, കർത്താവിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ വചനത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുക. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കേട്ടതായിരിക്കുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ജീവിതങ്ങളെ പുനഃപരിശോധിക്കുവാനായിട്ട് പത്രോസിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ ചിന്തകൾ നമ്മൾക്ക് പ്രയോജനകരമായി തീരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമത്തിൽ പ്രമാണം.